പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം ഈ കേട്ട വചന ഭാഗത്തെ കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുന്ന പെന്തക്കോസ്ത തിരുനാളിന്റെ ഈ ഒരുക്കകാലമായ ഈ നൊവേന ദിവസങ്ങളിൽ ഒന്നാം ദിവസമായ ഇന്നേ ദിവസം നമ്മുടെ ധ്യാന വിഷയം പരിശുദ്ധാത്മാവിന്റെ ദാനമായ ജ്ഞാനമാണ്. ഇന്നത്തെ വചനത്തില് നമ്മള് 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഇതാണ് ജ്ഞാനത്തിന്റെ ആശയത്തിന്റെ അന്തർധാര. നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ളവർ, ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ടവർ. ഈശോ വരുന്നതിന് മുമ്പ്, ഈശോ ജനിക്കുന്നതിന് മുമ്പ്, ഏറെക്കുറെ 800 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യായുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ യേശുവിന്റെ മനുഷ്യാവതാരത്തോടു കൂടി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടുന്ന ദാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ. ആ പ്രവചനത്തില് ഈ കാര്യം പരിശുദ്ധാത്മാവിലൂടെ കിട്ടുന്ന ദാനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നു. അതിലൊന്ന് ഈ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടത്, നമ്മളെല്ലാവരും ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ടവരാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. സ്നാനം ചെയ്യപ്പെട്ടു, ജ്ഞാനത്താൽ നമ്മൾ സ്നാനം ചെയ്യപ്പെട്ടു. ഒരു പുതിയ കാര്യവും നമുക്ക് അതോടുകൂടി കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചാൽ ഏത് സമയവും അത് കിട്ടുകയും ചെയ്യും, നമുക്ക് അവകാശമായി. പഴയ ഭാഷ, പ്രത്യേകിച്ച് പണ്ടത്തെ റുഹായോടുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, വെളിവിന്റെ കതിരുകൾ ഞങ്ങളിൽ ചൊരിയണമേ എന്ന്. വെളിവ് എന്ന് പറയുന്നതും ഈ ജ്ഞാനം തന്നെയാണ്. പഴയ മലയാളം വെളിവാണ്. ആ വെളിവ് എന്നുള്ള വാക്ക് കുറച്ചുകൂടി അർത്ഥം തരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാല്, വെളിവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതല്ല, വെളിപ്പെടുത്തി കിട്ടുന്നത്. വെളിപ്പെടുത്തി കിട്ടിയാലാണ് ജ്ഞാനം ഉണ്ടാവുക. ഒരു കുഞ്ഞുദാഹരണത്തിന്, ഒരു മലയാളം വായിക്കാൻ അറിയാവുന്ന, യേശുവിനെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ഗ്രാഹ്യമില്ലാത്ത ഒരാള് ബൈബിൾ വായിക്കാൻ നോക്കുക. അവനോട് ചോദിക്കുകയാണ്, എന്താ ഇതിൻ്റെ അന്ന് പിടികിട്ടിയേ എന്ന് ചോദിച്ചാൽ അവൻ പറയും, എന്ത് പിടികിട്ടാൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ വചനത്തിലൂടെ ഒന്നും അവന് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അതേസമയം നമ്മുടെ ഒരു സാധാരണ ക്രിസ്ത്യാനികൾ വായിച്ചു കഴിയുമ്പോൾ എന്താ വെളിപ്പെട്ട് കിട്ടിയേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതേസമയം ഈ വെളിപ്പെടുത്തി കിട്ടപ്പെട്ടവര്, കൂടുതൽ കിട്ടിയവര്, അവര് ഈ വചനം വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരൊറ്റ വചനം വായിച്ചാൽ മതി, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വെളിപ്പെട്ടു കിട്ടും. അതിന്റെ അർത്ഥം ജ്ഞാനമുണ്ട് എന്നുള്ളത്. അറിവുണ്ടാകാം, ബുദ്ധി ഉണ്ടാകാം, ഗ്രഹണശക്തി ഉണ്ടാകാം. പക്ഷേ ജ്ഞാനമുണ്ടാകണമെങ്കിൽ വെളിപ്പെട്ട് കിട്ടണം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തില് 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കും. അപ്പൊ മനുഷ്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത, ചെവികൾ കൊണ്ട് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങള് ആത്മാവ് നമുക്ക്
വെളിപ്പെടുത്തി തരികയും. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ളത് വളരെ അർത്ഥവത്താണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ദാനമാണിത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്ന ദാനമാണ്. എന്നെ അമ്പരപ്പെടുത്തിയ ഒരു കാര്യം, ബൈബിളില് ഇത് പറയുമ്പോൾ, ജ്ഞാനത്തെക്കുറിച്ച് ആഴമായ പഠനങ്ങൾ ബൈബിൾ അവതരിപ്പിക്കുമ്പോൾ, ബൈബിളൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തു വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന തത്വചിന്തകനായ പ്ലേറ്റോ ജ്ഞാനത്തെക്കുറിച്ച് നിർവചിച്ചിട്ടുണ്ട്. പ്ലേറ്റോ അത്ര വലിയ മതവിശ്വാസിയൊന്നും ആയിരുന്നില്ലെന്ന് നമുക്കറിയാം. ദൈവവിശ്വാസമൊന്നും അത്ര ഗൗരവത്തിലില്ലാത്തവനാണ്. എന്നിട്ടും പ്ലേറ്റോ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ജ്ഞാനം എന്ന് പ്ലേറ്റോ നിർവചിച്ചു വെച്ചിരിക്കുകയാണ്. ന്യായീകരിക്കാവുന്ന വിശ്വാസമാണ് ജ്ഞാനം. വിശ്വാസത്തെ അത്ര താല്പര്യത്തോടെ കാണാത്ത ഒരാളാണ്, തത്വചിന്തകനാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അറിയപ്പെടുന്ന തത്വചിന്തകനാണ് പ്ലേറ്റോ. അദ്ദേഹമാണ് പറയുന്നത്, അദ്ദേഹം വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യാം. ന്യായീകരിക്കാവുന്ന വിശ്വാസമാണ് ജ്ഞാനം. അപ്പോ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ പറ്റണമാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്തത് അന്ധവിശ്വാസമായിട്ട് വരും. അപ്പൊ ന്യായീകരിക്കാവുന്ന വിശ്വാസമാണ് ജ്ഞാനം. അറിയപ്പെടുന്ന പിന്നീട് വന്ന തത്വചിന്തകനായ ബെർട്രാൻഡ് റസ്സല്, അദ്ദേഹം കുറച്ചുകൂടി ഇതിനെ ഒന്ന് മാറ്റി എഴുതി. അദ്ദേഹം ജ്ഞാനത്തെ നിർവചിച്ചിരിക്കുന്നത് ഇതാണ്: യാഥാർത്ഥ്യവുമായി പൊരുത്തമുള്ള വിശ്വാസമാണ്. യാഥാർത്ഥ്യവുമായി, സത്യവുമായി പൊരുത്തമുള്ള വിശ്വാസമാണ് ജ്ഞാനം. അപ്പോ സത്യത്തില് ചുരുക്കി പറഞ്ഞാല്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെയൊക്കെ കാച്ചിക്കുറിക്കുമെന്ന് അവതരിപ്പിക്കുന്നത് വെളിപ്പെട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്നതാണ് ഞാൻ. ദൈവം വെളിപ്പെടാതെ ജ്ഞാനം അത് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മനസ്സിലാവണമെന്നോ ഉൾക്കൊള്ളണമെന്നോ. അത് ദൈവം വെളിപ്പെടുത്തണം, നമ്മളത് ബോധ്യപ്പെടണം, അനുഭവിച്ച് ബോധ്യപ്പെടണം. വെറുതെ ബുദ്ധിയിലല്ല ബോധ്യപ്പെടേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടണം. അപ്പൊ വെളിപ്പെട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്നതാണ് ജ്ഞാനം. അതുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതകാലത്ത് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. കൃത്യം മണിമണിയായിട്ട് ഉത്തരം പറയുന്നുണ്ട്. സ്നാപയോഹന്നാനാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ചതിന് ഉത്തരവുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം പറഞ്ഞു. ആ ഉത്തരത്തിന് ഈശോ കൊടുത്ത മറുപടി, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ടാണ് നിനക്കത് മനസ്സിലായത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടാതെ ആർക്കും ജ്ഞാനം ഉണ്ടാകില്ല. ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് മൂലം ദൈവം തരുന്നതാണ്. ഇനി ഈ ജ്ഞാനം നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങള്: സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. മാനുഷികമല്ല, എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതോ പഠിച്ചതോ അറിഞ്ഞതോ അന്വേഷിച്ചറിഞ്ഞതോ ഒന്നുമല്ല. എന്റെ സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപാടാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുക. അത് കിട്ടാതെ നമുക്കുണ്ടാകില്ല. വീണ്ടും നമ്മള് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആരെക്കുറിച്ചുള്ള അറിവാണ്? ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് ആണ് ജ്ഞാനം. ആ ജ്ഞാനം തരുന്നത് ആരാ? ദൈവമാണ്. അപ്പോ
ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പൂർണ്ണമായ അറിവിലേക്ക്, പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് എന്ന് സാരം. ഇനി ഈ ജ്ഞാനം കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ജ്ഞാനം കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മാമോദീസയിലൂടെ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ പേരില് ദൈവത്തോട് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. യാക്കോബിന്റെ ലേഖനത്തില് 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. വേറെ ഒരൊറ്റ മാർഗമില്ല. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ആ വാക്ക് ആഴത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവൻ. ശ്രദ്ധിച്ചു കേട്ടെ. ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മൾ വിശുദ്ധിയിലേക്ക് വന്നു. പക്ഷെ പിന്നീട് പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ കുറ്റങ്ങളും കുറവുകളും നോക്കാതെ തന്നെ ഇത് ദാനമായി, ജ്ഞാനം ദാനമായി നൽകാൻ അവിടുന്ന് തയ്യാറാണ്. ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നല്ല, നിങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ കിട്ടുമെന്നല്ല, മറിച്ച് ലഭിക്കുക തന്നെ ചെയ്യും. അത് ലഭിക്കും എന്ന കട്ടായമാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അപ്പോ ഒരു വചനം വായിച്ചിട്ട് നമുക്കൊന്നും വെളിപ്പെട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ജ്ഞാനം നമ്മിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സോളമനെ കുറിച്ച് നമുക്കറിയാലോ. ജ്ഞാനം വേണോ മുതൽ വേണോ എന്ന് ചോദിച്ചപ്പോ ജ്ഞാനം മതി എന്ന് പറഞ്ഞു. ഭാരതീയ ഒരുപാട് ഋഷിവര്യ സങ്കല്പങ്ങളിലൊക്കെ ഈ കഥ പല രൂപങ്ങളിലും ഉണ്ട്. ഏതായാലും ജ്ഞാനം ഉണ്ടാകണം എന്നുള്ളത്. ഈ ജ്ഞാനം വിളിക്കപ്പെട്ടവരുടെ അവകാശമാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തില് 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പോ ഇവിടെ ഒരു ട്വിസ്റ്റ് കൂടി നമ്മൾ കാണുകയാണ്. ജ്ഞാനം എന്ന് വെച്ചാല് ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടി അത് നമ്മൾ അനുഭവിച്ച് ബോധ്യപ്പെടുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ജ്ഞാനം ഏതാ? ഈ വെളിപ്പെട്ട് കിട്ടണ എന്താ? അത് യേശു തന്നെയാണ്. ഈശോ തന്നെയാണ് ജ്ഞാനം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ തന്നെ കിട്ടുന്നതാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു കാര്യമല്ല. ഈശോ തന്നെയാണ് ഈ ജ്ഞാനം. ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും ഈശോയാണ്. അത് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ വളരെ ക്ലിയറാണ്. ലൂക്കയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ശിശു വളർന്നു. ആര്? ഈശോ വളർന്നു. എങ്ങനെയാ വളർന്നത്? ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. ജ്ഞാനത്താൽ നിറഞ്ഞാണ് ഈശോ വളർന്നത്. അതാണ് ഈശോയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈശോ ജ്ഞാനത്താൽ നിറഞ്ഞ് ഈശോ ജ്ഞാനമായി മാറിയവനാണ്. ദൈവത്തിന്റെ ജ്ഞാനമായി മാറിയവനാണ് ഈശോ. അപ്പൊ നമ്മള് ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്ന ജ്ഞാനത്തെ, ക്രിസ്തുവിനെ, ദൈവിക വെളിപാടുകളെ, സന്ദേശങ്ങളെ അത് അനുഭവിച്ച് ബോധ്യപ്പെട്ട് എടുക്കേണ്ടതാണ്. അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടല്ല, നമ്മുടെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല, ആരെങ്കിലും വ്യാഖ്യാനിച്ച് കേട്ടിട്ടല്ല, മറിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടണം. അവരവർക്ക് വെളിപ്പെട്ട് കിട്ടണം. അത് തന്നെയാണ് ലൂക്കയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യത്തിൽ പറയുക, ഈശോ തന്നെയാണ് ജ്ഞാനം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ വളർന്നു. ജ്ഞാനത്തിൽ വളരുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ആത്മീയതയിൽ വളരുക, അല്ലെങ്കിൽ വെളിപ്പാടിൽ വളരുക എന്നുള്ളത്.
പ്രായത്തിൽ വളരുക എന്ന് വെച്ചാൽ എന്താ? ബുദ്ധി, കഴിവുകള്, ആരോഗ്യം, ശരീരം, സാഹചര്യങ്ങള് എല്ലാം. ജ്ഞാനത്തിലും പ്രായത്തിലും. ജ്ഞാനത്തില് വളരുന്നുണ്ടോ? നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ജ്ഞാനത്തിൽ വളർത്തുന്നുണ്ടോ? മക്കളെ ജ്ഞാനം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിന്റെ ജ്ഞാനം എത്രത്തോളം നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട്. വെളിപ്പെടുത്തി തരുന്നില്ല എങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞാൻ ദൈവത്തോട് ചോദിക്കാത്തതുകൊണ്ട് മാത്രമാണ് ജ്ഞാനം കിട്ടാത്തത്. എല്ലാവർക്കും കുറവുകളോ പോരായ്മകളോ നോക്കാതെ എല്ലാവർക്കും ഉറപ്പിച്ചു തരുന്ന ഒന്നാണ് ഞാൻ. അത് സ്വീകരിക്കാൻ ഞാൻ ചോദിക്കണമെന്ന് മാത്രം. ദൈവമേ, ജ്ഞാനത്താൽ നിറയാൻ, ഈശോയെ പോലെ ജ്ഞാനത്തിൽ വളരാൻ ഞാൻ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് ജീവിക്കാനായിട്ടുള്ള കൃപ പ്രദാനം ചെയ്യണം.